നിത്യപ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം. മത്തായി എഴുതിയ സുവിശേഷം 25 34 വാക്യവും 41 വാക്യവും ഒന്ന് വായിക്കട്ടെ. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളിച്ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. 41. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. കാലാവസാനത്തിങ്കൽ ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന 2 പ്രസ്താവനകളെക്കുറിച്ചാണ് കർത്താവ് തന്നെ ഈ വചനത്തിലൂടെ നമ്മോട് അറിയിക്കുന്നത്. അതിൻ്റെ 31 വാക്യം നാം വായിക്കുമ്പോഴിങ്ങനെയാണ്: മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. അതിനുശേഷം നടക്കുന്ന ഒരു ന്യായവിധി, അതിനോടനുബന്ധിച്ച് നടക്കുന്ന ശിക്ഷാവിധി, ഇതാണ് ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 34 വാക്യത്തിൽ നാം വായിച്ചത്, വലത്തുള്ളവരോട്, അനുഗ്രഹിക്കപ്പെട്ടവരായവരോട് കർത്താവ് പറയുന്നത്, വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. കർത്താവ് ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ തൻ്റെ ജനത്തിന് വേണ്ടി ഒരു രാജ്യം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14 കർത്താവ് ഈ ലോകത്തിൽ നിന്നും പോകുന്നതിന് മുൻപായിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു വാഗ്ദത്തം കൊടുത്തു: ഞാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവ് ആ രാജ്യത്തിൻ്റെ സ്ഥാപനം നൂറ്റാണ്ടുകൾക്ക് മുൻപ്, ലോകസ്ഥാപനത്തിന് മുൻപേ തുടങ്ങി അതിലേക്ക് തൻ്റെ പ്രജകളെ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. പഴയ നിയമ വിശുദ്ധന്മാരെ മുഴുവൻ ചേർത്തു. പുതിയ നിയമത്തിൽ കർത്താവ് ഓരോ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതാണ് ദൈവമക്കൾക്കുള്ള ശാശ്വതമായ അവകാശം. കർത്താവ് അതിനായിട്ടാണ് മനുഷ്യജാതിയെ മുഴുവൻ, വരുവീൻ, നിങ്ങൾക്കായി ഞാനൊരു സ്ഥലം ഒരുക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ഒരു വലിയ വിളി, ആഹ്വാനം, അതിന്നും സുവിശേഷത്തിലൂടെ ലോകമെമ്പാടും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ രാജ്യത്തിലെ അവകാശികളായിട്ട്, പ്രജകളായിട്ട് നിത്യസമാധാനത്തോടെ, നിത്യസന്തോഷത്തോടെ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. എന്നാൽ 41 വാക്യത്തിൽ നാം വായിച്ചത്, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ദൈവം ഒരു സ്ഥലം ഒരുക്കുന്നുണ്ട്. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടെ ഒരു വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ പിശാച് ആദിയിൽ ദൈവത്തോട് നിഗളിച്ച്, ഞാൻ സ്വർഗോന്നതികൾക്ക് മീതെ കയറും എന്ന് പറഞ്ഞ് ആ നിഗളം അവൻ്റെ ഉള്ളിൽ വന്ന് അവൻ വെട്ടേറ്റ് ഭൂമിയിലേക്ക് വീണുവെന്ന് നാം യെശയ്യാപ്രവചനത്തിലും യെഹെസ്കേൽ പ്രവചനത്തിലും വായിക്കുന്നുണ്ട്. അതിനുശേഷം അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യാഗ്നി, ആ പിശാചിനെ ബന്ധിച്ച് കളയുവാൻ, അത് വെളിപ്പാട് പുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിശാചിനെ ബന്ധിച്ച് ആ നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയും. എന്നാൽ കർത്താവ് മുൻപ് വിളിച്ച ആ വിളി, കർത്താവിൻ്റെ രാജ്യത്തിലെ പൗരന്മാരായി തീരുവാൻ മടിച്ചവർക്ക്, നിരസിച്ചവർക്ക്, അവരും വളരെ അതിദാരുണമായ ഈ നിത്യ അഗ്നിയിലേക്ക് പോകേണ്ടതായിട്ട് വരും. എന്നാൽ കർത്താവ് അത് മനുഷ്യന് വേണ്ടി അല്ല നിർമ്മിച്ചത്, അത് ഉണ്ടാക്കിയിരിക്കുന്നത് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയാണ്. അതിലേക്ക് പോകുവാൻ മനുഷ്യരായവരെ കുറിച്ച് കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീനെന്ന് കർത്താവ് ഓരോ ദിവസവും വിളിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ആ വിളി നിരസിച്ച് കർത്താവിൻ്റെ ആ ആലോചനയ്ക്ക് കീഴ്പ്പെടാതെ പോകുന്നവര് ആ പിശാചിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യശിക്ഷാവിധിയിലേക്ക് കടക്കുവാനിടയായിത്തീരും. നാം വിളിക്കപ്പെട്ട ദൈവജനം നമുക്ക് തന്ന ഭാഗ്യം അതെത്ര വലുതാണ്. കർത്താവിനോടൊത്ത് പത്രോസ് പറഞ്ഞ പോലെ അവൻ്റെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനായ ദൈവം
നമ്മിൽ പ്രസാദിച്ചു, നമുക്കതിന് കൃപ ലഭിച്ചു. അതിലേക്ക് കടക്കുവാൻ, അതിലേക്കായിത്തീരുവാൻ നമ്മുടെ ചുറ്റുമുള്ളവരെയും നമുക്ക് ഉത്സാഹിപ്പിക്കാം. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു, നമുക്കായി രാജ്യം ഒരുക്കുന്നു. അതിനായി നമുക്ക് കാത്തിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.